എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ബാലചന്ദ്രൻ കാറും എടുത്തുകൊണ്ട് പോകുമ്പോൾ രാജീവൻ അതിൻ്റെ മുന്നിൽ കയറി തടയാനായിട്ട് നോക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ബാലചന്ദ്രൻ അതൊന്നും ശ്രദ്ധിക്കാതെ കാറ് നല്ല സ്പീഡിൽ തന്നെ എടുത്ത് പോവുകയാണ്. അപ്പോൾ രാജീവനെ അങ്ങ് മാറുന്ന സമയത്ത് ഒന്ന് വീഴാൻ പോകുന്നുണ്ട്. അപ്പോൾ ഹരിയാണ് കേട്ടോ രാജീവനെ പിടിക്കുന്നത്. അപ്പോൾ അവർ പോയി കഴിഞ്ഞ ശേഷമാണ് വൈജയന്തി ഇങ്ങനെ രാജീവനോട് പറയുന്നത്, അയ്യോ കൃഷ്ണമോള് ബാലേന്ദ്രൻ്റെ കൂടെ പോയിട്ടുണ്ടല്ലോ എന്ന് പറയും. അപ്പോൾ രാജീവൻ പറയുന്നുണ്ടായിരുന്നു, അത് കുഴപ്പമില്ല, അവളുടെ അച്ഛൻ്റെ കൂടെയല്ലേ പോയിട്ടുള്ളത് എന്ന് പറയുകയാണ്. എന്നാലും വൈജയന്തിക്ക് ഒരു പേടി. അപ്പോൾ രോഹിത്തിനോട് പറയുന്നുണ്ടായിരുന്നു, ഒന്ന് പോയി നോക്കടാന്ന്. അപ്പോൾ രോഹിത് ഗേറ്റിൻ്റെ അവിടെ വരേക്കൊന്ന് നോക്കിയിട്ട് തിരിച്ചു വരും കേട്ടോ. എന്നിട്ട് പറയാണ്, അവരവിടെയൊന്നും കാണാനില്ല എന്ന് പറയും. അപ്പോൾ രാജീവൻ പറയുന്നുണ്ടായിരുന്നു, നീയും ഹരിയും കൂടെ ബൈക്ക് എടുത്തിട്ടൊന്ന് പോയി നോക്ക്, അവരുടെ പിറകെ ഒന്ന് പോയി നോക്ക്, അവരെവിടേക്കാണ് പോയതെന്നൊക്കെ ഒന്ന് അറിയാലോ എന്ന് പറയും കേട്ടോ. അങ്ങനെ രോഹിത് ബൈക്ക് എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോവും. അപ്പോൾ വൈജയ്ക്കാണെങ്കിലും കൃഷ്ണമോൾ ബാലചന്ദ്രൻ്റെ കൂടെ പോയതിൽ നല്ല പേടിയുണ്ട് കേട്ടോ. അപ്പോൾ അവൾക്ക് സ്കൂളിലൊക്കെ പോകണ്ടേ എന്നൊക്കെ രാജീവൻ പറയുന്ന സമയത്ത് എന്നോടുള്ള ദേഷ്യത്തിന് ബാലചന്ദ്രൻ അവളുടെ പഠിപ്പ് മുടക്കുമെന്ന് എനിക്ക് പേടിയുണ്ട് എന്നിങ്ങനെ വൈജയന്തി പറയുമ്പോൾ, ഏയ് അങ്ങനെയൊന്നും ചെയ്യില്ല എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ രാജീവനാണെങ്കിലും. എന്തായാലും പിന്നീട് ഹരിയും രോഹിതും കൂടെ അവിടുന്ന് ബൈക്ക് എടുത്ത് പോവുകയാണ്. പിന്നീട് കൃഷ്ണമോളെയും ബാലചന്ദ്രനെയാണ് കാണിക്കുന്നത്. കൃഷ്ണമോൾ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, നമ്മൾ എവിടേക്കാണ് പോകുന്നത് അച്ഛാ, എന്താ ഇത്ര സ്പീഡിൽ പോകുന്നത്, നമുക്ക് വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോകാമെന്ന് പറയൂ കേട്ടോ. അപ്പോൾ നിനക്ക് ഇവിടെ ഇറങ്ങണോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു കൃഷ്ണമോളോട് ബാലചന്ദ്രൻ. അപ്പോൾ എനിക്ക് ഇറങ്ങേണ്ട, അച്ഛന് സുഖമില്ലാത്തതല്ലേ അതുകൊണ്ട് പറഞ്ഞതാന്ന് പറയൂ കേട്ടോ. അപ്പോൾ ബാലേന്ദ്രനാണെങ്കിലും കൃഷ്ണമോളോട് പറയുന്നുണ്ടായിരുന്നു, ആ വീട്ടിൽ ഇത്രയും വലിയ കാര്യങ്ങൾ നടന്നിട്ട് നീ എന്നോടൊന്ന് പറഞ്ഞോ എന്ന് ചോദിക്കൂ കേട്ടോ. അപ്പോൾ കൃഷ്ണമോൾ പറയുകയാണ്, ഞാൻ അതിനൊന്നും ചെയ്തിട്ടില്ല അച്ഛാന്ന്. അപ്പോൾ വീട്ടിൽ വലിയൊരു അനീതി നടക്കുമ്പോൾ ഇങ്ങനെ ഒരു ചെറുവിരൽ പോലും അനക്കാതെ നിൽക്കുന്നത് അനീതിക്ക് കൂട്ട് നിൽക്കുന്നതിന് തുല്യമാണ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. നിന്നെ ഇങ്ങനെ ഒന്നുമില്ലെങ്കിൽ ഒരു അനിയത്തി കുട്ടീനെ പോലെ നോക്കിയതല്ലേ അലീന എന്നൊക്കെ പറയും. അപ്പോൾ കൃഷ്ണമോൾക്ക് നല്ല സങ്കടമാവുന്നുണ്ട് കേട്ടോ. പിന്നീട് അവർ ബസ് സ്റ്റോപ്പിലേക്ക് ചെന്നിട്ടുള്ളത്. അപ്പോൾ അലീന അവിടെ നിൽക്കുന്നുണ്ട്. അങ്ങനെ ബാലചന്ദ്രൻ അവിടെ കാറ് നിർത്തിയിട്ട് ഇറങ്ങുകയാണ് കേട്ടോ. അലീനയ്ക്കാണെങ്കിലും ബാലചന്ദ്രനെ കാണുമ്പോൾ തന്നെ ടെൻഷൻ ആവുന്നുണ്ട്. എന്നിട്ട് ബാലചന്ദ്രൻ അലീനയോട് വന്നിട്ട് വണ്ടിയിൽ കയറാൻ പറയും ഇറങ്ങിയിട്ട്. അപ്പോൾ അലീന പറയുന്നുണ്ടായിരുന്നു, ഞാൻ അങ്ങോട്ട് ഇനി തിരിച്ചു വന്നാൽ ശരിയാവില്ല, എന്നെ നിർബന്ധിക്കരുത് എന്നൊക്കെ കുറേ പറഞ്ഞു നോക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ബാലചന്ദ്രനാണെങ്കിലും പറയുന്നത്, ബാലേന്ദ്രൻ പറഞ്ഞാൽ നീ അനുസരിക്കണം, നീ വന്ന് വണ്ടിയിൽ കയറ്, അല്ലെങ്കിൽ ഞാൻ നിന്നെ പിടിച്ച് വണ്ടിയിൽ കയറ്റും, ഇത് ഇങ്ങനെ റോഡാണ്, പിന്നെ ഒരു സീൻ ഉണ്ടാക്കരുത് എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ അലീന ഇങ്ങനെ ചെന്ന് വണ്ടിയിൽ കയറുന്നൊന്നുമില്ല എന്ന് കണ്ടിട്ട് അലീനയുടെ ബാഗൊക്കെ അവിടെ ഉണ്ടായിരുന്നു, അവിടെ നിലത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് ആദ്യം വണ്ടിയിലേക്ക് വെക്കുന്നുണ്ടായിരുന്നു കേട്ടോ ബാലചന്ദ്രൻ. എന്നിട്ട് വീണ്ടും അലീനയോട് പറയുന്നുണ്ടായിരുന്നു, മര്യാദയ്ക്ക് വന്ന് വണ്ടിയിൽ കയറുമെന്ന്. അപ്പോൾ വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് പിന്നീട് അലീനയാണെങ്കിലും വന്ന് വണ്ടിയിൽ കയറുകയാണ് കേട്ടോ. കൃഷ്ണമോളാണെങ്കിലും ഇതെല്ലാം നോക്കിക്കൊണ്ട് എന്താ നടക്കുന്നതെന്ന് അറിയാതെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് അവർ വണ്ടി എടുത്തുകൊണ്ട് അവിടെ നിന്ന് പോവാണ് കേട്ടോ. ഇതേ സമയം വൈജയന്തി ആണെങ്കിൽ സിറ്റ് ഔട്ടിൽ നിന്ന് പോയിട്ടേ ഇല്ല കേട്ടോ, ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് അവിടെ. അപ്പോൾ രാജീവൻ അത് കണ്ടിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു, നീ എന്തിനാ ഇവിടെ കണ്ണു നട്ട് ഇങ്ങനെ നോക്കിയിരിക്കുന്നത്, നീ നിൻ്റെ ജോലി ചെയ്ത് പോയിട്ട് അവരിങ്ങോട്ട് വന്നോളും എന്ന് പറയും. അപ്പോൾ കൃഷ്ണമോളാണെങ്കിലും ബാലചന്ദ്രൻ്റെ കൂടെ പോയാൽ വൈജയന്തിക്ക് നല്ല വിഷമമുണ്ട് കേട്ടോ. അപ്പോൾ അതന്നെയാണ് വീണ്ടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ രാജീവൻ പറയുന്നുണ്ടായിരുന്നു, അവളിങ്ങനെ അവരുടെ കൂടെ പോയത് ഒരു കണക്കിന് നന്നായി, നമുക്ക് അവരെങ്ങോട്ടാണ് പോയതെന്നൊക്കെ അറിയാൻ പറ്റുമല്ലോ എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് അലീനേനെയും കൊണ്ട് ഇനി തിരിച്ചു വന്നാലോ എന്നുള്ള ഇതൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, അവർ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഗേറ്റിനുള്ളിലേക്ക് അവളെ കയറ്റരുത്, നമുക്ക് റോഡിലേക്ക് അങ്ങ് ഇറക്കി നിർത്താം, അതാകുമ്പോൾ നാട്ടുകാരും കൂടെ അറിയുമല്ലോ, ഭാര്യേനെ ഇറക്കി വിട്ടിട്ട് എന്തായാലും വേലക്കാരിനെ വീട്ടിൽ കയറ്റി താമസിപ്പിക്കാൻ പറ്റില്ലല്ലോ അയാൾക്ക് എന്നൊക്കെയായിട്ട് പറയുന്നത്. അപ്പോഴേക്കും രോഹിത് വരിയൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് വരുന്നുണ്ടായിരുന്നു. അവർക്കും ബാലചന്ദ്രനെയും ഒന്നും കാണാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ അത് വന്ന് പറയുന്നുണ്ടായിരുന്നു, ഞങ്ങൾ എല്ലായിടത്തും നോക്കി, ബസ് സ്റ്റോപ്പിലൊക്കെ നോക്കി, കാണാൻ പറ്റിയില്ല എന്ന് പറയും. അപ്പോൾ അലീന എന്തായാലും എറണാകുളത്തിന് ബസ് കയറി പോയിട്ടുണ്ടാവും. കൃഷ്ണയും അതുപോലെ തന്നെ ബാലചന്ദ്രനും കറങ്ങിയിട്ട് തിരിച്ചു വന്നോളും നാട്ടോ രാജീവൻ പറയുന്നത്. പിന്നീട് ബാലചന്ദ്രനാണെങ്കിലും ഒരു കാടിൻ്റെ ഉള്ളിലൂടെയൊക്കെയാണ് കേട്ടോ വണ്ടി വിടുന്നത്. അപ്പോൾ കൃഷ്ണമോള് അറിയാത്ത വഴിയായതുകൊണ്ട് തന്നെ ചോദിക്കുന്നുണ്ടായിരുന്നു, നമ്മൾ കുറേ ദൂരം ഇങ്ങോട്ട് പോകുന്നല്ലോ അച്ഛാ, നമ്മൾ വീട്ടിലേക്കല്ലേ പോകുന്നത് എന്നിങ്ങനെ ചോദിക്കും കേട്ടോ. അപ്പോൾ ബാലചന്ദ്രൻ അല്ലാന്ന് മാത്രം പറയുകയാണ്. പിന്നീട് മുത്തശ്ശീനെയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ബബിതയാണെങ്കിലും മുത്തശ്ശിക്കുള്ള ഫുഡൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ 2 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, ഇതാ മുത്തശ്ശിക്കുള്ള മീൽസ് എന്ന് പറയും. അപ്പോൾ ദേഷ്യത്തോടെ ഇങ്ങനെ മുത്തശ്ശി ചോദിക്കുന്നുണ്ടായിരുന്നു, ഇപ്പോഴാണ് അടി കൊണ്ടുവരുന്നത്, സമയം എത്രയായി എന്നറിയോ എന്നിങ്ങനെ ചോദിക്കും കേട്ടോ. അലീന എവിടെയെന്ന് ചോദിക്കുന്നുണ്ട്, അവളെ ഇങ്ങോട്ട് വിളിക്കുക എന്നിങ്ങനെ പറയുമ്പോൾ ബബിത പറയുകയാണ്, അലീനയൊന്നും ഇവിടെ ഇല്ല, അവൾ പോയി എന്ന് പറയും കേട്ടോ. അപ്പോൾ അവളെങ്ങനെ പോകാനാ, വീട് പൂട്ടിയിട്ടിരിക്കുകയല്ലേ എന്നാണ് മുത്തശ്ശി ചോദിക്കുന്നത്. മുത്തശ്ശി അവിടെ നടന്ന കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ എപ്പോഴേ തുറന്നു, അവൾ പോവുകയും ചെയ്തു എന്ന് പറയും. അപ്പോൾ അവൾ പോകുന്നില്ല എന്ന് പറഞ്ഞതല്ലേ എന്നിങ്ങനെ പറയുമ്പോൾ, മുത്തശ്ശി ഇവിടെ നടന്ന കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ, ഇവിടെ എന്തൊക്കെ നടന്നു എന്നറിയോ, രാജീവനങ്ങളും ഒക്കെ വന്നിട്ട് ഞങ്ങളെല്ലാവരും കൂടെ അവളെ ഇങ്ങനെ ഡൈനിങ് ഹാള് തൊട്ട് ഇങ്ങനെ സിറ്റ് ഔട്ട് വരെ വലിച്ചുകൊണ്ട് കൊണ്ടുപോയി, പിന്നെ അവിടെ നിന്ന് ഗേറ്റ് വരെയും വലിച്ചുകൊണ്ട് കൊണ്ടുപോയി പുറത്തേക്ക് തള്ളി, അവളുടെ ബാഗും എല്ലാം രോഹിയേട്ടൻ അങ്ങ് എറിഞ്ഞു കൊടുക്കുകയും ചെയ്തു, അവൾ അതൊക്കെ എടുത്തുകൊണ്ട് പോയി എന്ന് പറയും കേട്ടോ. അപ്പോൾ ഇതൊന്നും ബാലചന്ദ്രൻ അറിഞ്ഞില്ലേ എന്നിങ്ങനെ ചോദിക്കും കേട്ടോ മുത്തശ്ശി. അപ്പോൾ അച്ഛനും അറിഞ്ഞു, അച്ഛനും അവളുടെ പിറകെ
പിറകെ ഇറങ്ങി പോയിട്ടുണ്ട് എന്ന് പറയും കേട്ടോ. അപ്പോൾ ബാലചന്ദ്രൻ അറിയാതെ നിങ്ങൾ ഇതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും, അവനത് സമ്മതിച്ച് തരുമെന്ന് നിങ്ങൾക്ക് അറിയായിരുന്നില്ലേ, എന്ത് മണ്ടത്തര ചെയ്തതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ബാലചന്ദ്രൻ ഇങ്ങനെ അവളെയും കൂട്ടി ഇങ്ങോട്ട് വീണ്ടും വന്നാലോ എന്ന് ചോദിക്കുന്നുണ്ട് മുത്തശ്ശി. അപ്പോൾ പറയും അങ്ങനെയാണെങ്കിലേ അമ്മ കുറ്റിച്ചൂലെടുത്ത് അവളെ അടിക്കുമെന്ന് പറയുമ്പോൾ അവളെയല്ലേ അടിക്കാൻ പറ്റുള്ളൂ, നിന്റെ അച്ഛനെ ഇങ്ങനെ നിന്റെ അമ്മയ്ക്ക് അടിക്കാൻ പറ്റില്ലല്ലോ എന്ന് പറയും. അപ്പോൾ ബബിത പറയുന്നുണ്ടായിരുന്നു അതിനാണ് ഇവിടെ രാജീവനങ്ങളും അതുപോലെ തന്നെ രോഹിയേട്ടനും ഹരിയേട്ടനൊക്കെ ഉള്ളതെന്ന് പറയുമ്പോൾ അവനെ അടിച്ചിട്ടുണ്ടെങ്കിൽ അവൻ കൊണ്ടുപോയി കേസ് കൊടുക്കും, വീട് കയറി ആക്രമിച്ചു എന്ന് പറഞ്ഞ് പിന്നെ എല്ലാവരും ജയിലിൽ കിടക്കേണ്ടി വരും എന്ന് പറയുമ്പോൾ മുത്തശ്ശി ഇങ്ങനെ കരിനാവ് വളച്ചൊന്നും പറയാതെ എന്നിങ്ങനെ പറയൂ കേട്ടോ. എന്നിട്ട് ബബിതയാണെങ്കിലും അവിടെ നിന്ന് അങ്ങ് പോവും. മുത്തശ്ശി പറയുന്നുണ്ടായിരുന്നു ഇതൊന്നും നല്ലതിനല്ല കുഞ്ഞെ, ഞാൻ ആ കാര്യം പറഞ്ഞേക്കാന്ന് പറഞ്ഞ് മുത്തശ്ശിക്ക് നല്ല ദേഷ്യമായിട്ടോ. അപ്പോൾ ബബിത ദേഷ്യത്തിൽ അവിടെ നിന്ന് പോവും. മുത്തശ്ശി ആ ദേഷ്യത്തിൽ അവിടെ നിന്ന് കിടക്കുകയാണ് കേട്ടോ. പിന്നീട് രാജീവനും ഹരിയും കൂടെ കൊല്ലപ്പള്ളിയിലേക്ക് വന്നതാണ് കേട്ടോ. അപ്പോൾ നല്ല സന്തോഷത്തിലാണ് തിരിച്ചു വരുന്നത്. അപ്പോൾ കമലയ്ക്കാണെങ്കിലും അവിടെ കാര്യങ്ങൾ എന്താ നടന്നതെന്ന് അറിയായിട്ട് ഭയങ്കര ആകാംക്ഷ. അപ്പം അത് ഒന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു എന്താ ഈ കാര്യങ്ങൾ, പോയിട്ട് എത്ര സമയമായി, എന്തൊക്കെയാണ് അവിടെ നടന്നതെന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ ഹരിയാണെങ്കിലും അവിടെ നടന്ന കാര്യങ്ങളൊക്കെ അങ്ങ് പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. അലീനേനെ പിടിച്ച് വലിച്ച് കൊണ്ടുപോയി ഗേറ്റിനെ പുറത്തേക്ക് തള്ളിയതും ഒക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവളെ എതിർത്തില്ലേ, ബഹളം വെച്ചില്ലേ എന്നൊക്കെ കമല ചോദിക്കുമ്പോൾ വലിയ എതിർപ്പൊന്നും ഉണ്ടായിരുന്നില്ല, ഇങ്ങനെ ശത്രു ഇങ്ങനെ ആയുധം വെച്ച് കീഴടങ്ങിയ പോലെ ആയിരുന്നു, അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല എന്നൊക്കെ രാജീവൻ പറയുകയാണ് കേട്ടോ. കമല ചോദിക്കുന്നുണ്ട് അവള് ബഹളം വെച്ചില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടായില്ല എന്ന് രാജീവൻ പറയും. അവളുടെ കരണത്ത് 2 കൊടുത്തുവിടായിരുന്നോ എന്നൊക്കെ കമല ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നും കൊടുക്കാൻ പറ്റില്ല, നാട്ടുകാരെല്ലാവരും അവിടെ നോക്കി നിൽക്കല്ലേ, ആരെങ്കിലും വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ടാൽ പിന്നെ നമുക്ക് പണിയാവും എന്ന് പറയുകയാണ് കേട്ടോ. അതുപോലെ തന്നെ അലീന പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ കമല പറയുന്നുണ്ടായിരുന്നു എന്തായാലും വൈജ രക്ഷപ്പെട്ടല്ലോ എന്നിങ്ങനെ പറയും. അപ്പോഴാണ് രാജീവൻ പറയുന്നത് പക്ഷേ ഒരു പ്രശ്നമുണ്ട് കമലയെടുത്തി, ബാലേന്ദ്രൻ ഇതറിഞ്ഞിട്ട് അവിടുന്ന് അവളുടെ പിന്നാലെ തന്നെ ഇറങ്ങി പോയിട്ടുണ്ട് എന്ന് പറയും കേട്ടോ. അപ്പോൾ ബാലചന്ദ്രൻ അറിയാതെയാണോ നിങ്ങൾ അവളെ പിടിച്ച് പുറത്താക്കിയത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് അറിഞ്ഞ ശേഷം ബാലചന്ദ്രനും അവളുടെ പിറകെ പോയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ കമല പറയും ഇനിയിപ്പോൾ അവളെ വിളിച്ചുകൊണ്ട് വീട്ടിലേക്ക് വീണ്ടും തിരിച്ചു വരുമോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും രാജീവൻ പറയുന്നുണ്ട് എന്തായാലും അവളെ തിരിച്ചു കൊണ്ടുവന്നാലും വീട്ടിലേക്ക് കയറ്റാൻ സമ്മതിക്കില്ല എന്ന് തന്നെയാണ് കേട്ടോ പറയുന്നത്. എന്നിട്ട് കമല അവരോട് ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇല്ല എന്ന് പറയും. എന്തായാലും കമല ഭക്ഷണം എടുത്ത് വെക്കാന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് പോകും കേട്ടോ. അപ്പോൾ രാജീവനും എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നീട് ബാലചന്ദ്രനാണെങ്കിലും കാറ് കൊണ്ടുവന്ന് നിർത്തുന്നത് ഒരു റിസോർട്ടിന്റെ മുന്നിലാണ് കേട്ടോ. അപ്പോൾ കൃഷ്ണമോള് ചോദിക്കുന്നുണ്ട് ഇത് എവിടെയാച്ചാന്ന്. അപ്പോൾ ഇതൊരു റിസോർട്ടാണ്, ഇറങ്ങാൻ പറയൂ കേട്ടോ. അപ്പോൾ അലീനയോടും ബാലചന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു ഇവിടെ വരെയുള്ളൂ ഇറങ്ങുമെന്ന് പറയും. അപ്പോൾ അലീനയും കാറിൽ നിന്ന് ഇറങ്ങുന്നുണ്ടായിരുന്നു. പിന്നീട് അവർ റിസോർട്ടിൻ്റെ ഉള്ളിലേക്ക് കയറുന്നു, റിസപ്ഷനിലേക്ക് ചെല്ലുന്നു. ബാലചന്ദ്രൻ റിസപ്ഷനിൽ ചെന്നിട്ട് റൂം വേണമെന്ന് പറയുന്നു. അപ്പോൾ എന്തായാലും അവർ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞിട്ട് ഫോം കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിലിങ്ങനെ റിലേഷനൊക്കെ എഴുതണമല്ലോ. അപ്പോൾ അലീനയുടെ പേരിൻ്റെ നേരെയും ഡോട്ടർ എന്നാണ് കേട്ടോ എഴുതിയിട്ടുള്ളത്. അപ്പോൾ അത് കണ്ട് കൃഷ്ണമോൾ ചോദിക്കുന്നുണ്ടായിരുന്നു ആണോ എന്നിങ്ങനെ ചോദിക്കും കേട്ടോ. അപ്പോൾ എന്താ സംശയം എന്നിങ്ങനെ ബാലചന്ദ്രൻ കൃഷ്ണമോളോട് ചോദിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നീട് റൂം ബോയ് ആണെങ്കിലും അവരുടെ സാധനങ്ങളെല്ലാം എടുത്ത് അവരെ റൂമിലേക്ക് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു കേട്ടോ. റൂമൊക്കെ ഇങ്ങനെ തുറന്നു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബാലേന്ദ്രനാണെങ്കിലും റൂം ബോയിനോട് ചോദിക്കുന്നുണ്ട് ഇവിടെ ഫുഡൊക്കെ കിട്ടില്ല അല്ലേ എന്ന് ചോദിക്കും. അപ്പോൾ ഫുഡൊക്കെ കിട്ടും, എന്താ വേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി സാറേ എന്ന് പറയും കേട്ടോ. അപ്പോൾ പറയാമെന്ന് പറയും. അങ്ങനെ പിന്നെ റൂം ബോയ് അവിടെ നിന്ന് പോയി കഴിഞ്ഞ ശേഷം അലീനേനെ വിളിക്കുകയാണ് കേട്ടോ ബാലചന്ദ്രൻ. അലീന ഇങ്ങോട്ട് വാന്ന് പറയും. എന്നിട്ട് അലീനയാണെങ്കിലും വന്ന് ഇങ്ങനെ സങ്കടപ്പെട്ട് ബാലേന്ദ്രൻ്റെ അടുത്ത് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അലീനയോട് പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ രാവിലെ നടന്ന കാര്യങ്ങളൊക്കെ അങ്ങനെ മറന്നു കളയണമെന്ന് എനിക്ക് നിന്നോട് പറയാൻ പറ്റില്ല, അങ്ങനെ പെട്ടെന്ന് എടുത്ത് കളയാൻ പറ്റുന്ന കാര്യങ്ങളും അല്ലല്ലോ, അതുകൊണ്ട് തൽക്കാലത്തേക്ക് ഒരു കോണിലേക്ക് അങ്ങ് മാറ്റി വെച്ചാൽ നന്നായിരുന്നു, ഞാനും എൻ്റെ കുടുംബവും ഇങ്ങനെ ആവാൻ കാരണം നീയും കൂടെയാണ് എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോൾ അങ്ങനെ അതിങ്ങനെ കേട്ട് സങ്കടപ്പെട്ട് നിൽക്കുന്ന അലീനേനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ച്. പിന്നെ നാളത്തെ പ്രൊമോ കാണിക്കുന്നുണ്ടായിരുന്നു. കൃഷ്ണമ്മളോട് ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ബാലചന്ദ്രൻ തുറന്ന് പറയുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ മനു ആണെങ്കിൽ രാജീവനോട് പറയുന്നുണ്ടായിരുന്നു അങ്കിൾ ഇപ്പം തന്നെ ചെയ്തത് വലിയൊരു ക്രൈമാണ്, അതുകൊണ്ട് അങ്കിളിൻ്റെ റിട്ടേൺ ടിക്കറ്റ് സ്വാഹ എന്നൊക്കെ പറയുന്നുണ്ട്. ബാലചന്ദ്രനാണെങ്കിലും കൃഷ്ണമോളോട് ഇങ്ങനെ ബാലചന്ദ്രൻ്റെ വിഷമങ്ങളൊക്കെ തുറന്നു പറയുമ്പോൾ കൃഷ്ണമോള് പറയുന്നുണ്ടായിരുന്നു എനിക്കൊന്ന് ഉറക്കെ കരയാൻ തോന്നുകയാണ് എന്ന്. അങ്ങനെ ബാലചന്ദ്രനാണെങ്കിലും കൃഷ്ണമോളെ ആശ്വസിപ്പിക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. വൈജയന്തിക്കാണെങ്കിൽ രാത്രിയായിട്ട് ഇവരുടെ ഒരു വിവരം ഇല്ലാത്തതുകൊണ്ട് തന്നെ ആകെ ടെൻഷനും സങ്കടമൊക്കെ വരുന്നുണ്ട് കേട്ടോ. പിന്നീട് അലീനയോട് ബാലചന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു നീ എനിക്കിങ്ങനെ ആദ്യം ജനിക്കേണ്ട മകളായിരുന്നില്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് പ്രമോല് കാണിച്ച്. റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം.